എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന മടുത്തൊരു മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മദ്യപിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രമേനോൻ. ആ സമയത്ത് മകള് ആകെ സങ്കടത്തോടു കൂടി അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടെ കൃഷ്ണമോള്. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മദ്യമാണോ അതോ വെള്ളമാണോ എന്ന് തിരിച്ചു ചോദിച്ചു കളിയാക്കി. ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്തായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക എന്ന് കൃഷ്ണജ. അതെ, വെള്ളമൊഴിച്ച് ഒരു ഇച്ചിരി മദ്യപിച്ചു എന്നത് സത്യമാണ്. അത് സത്യം തന്നെയാണ്. അച്ഛൻ മദ്യപിച്ചു, എനിക്ക് മനസ്സിലായി. മോളെ, ഞാൻ കീഴടങ്ങും. ഇന്ന് അല്പം മദ്യപിച്ചിട്ടുണ്ട്. അച്ഛൻ കുടിക്കരുതെന്ന് അച്ഛന് വാണിംഗ് ഉള്ളതല്ലേ? അലീന ചേച്ചിയോട് അച്ഛൻ പ്രോമിസ് ചെയ്തതല്ലേ ഇനി കുടിക്കത്തില്ല എന്ന്. എന്നിട്ട് എന്നെ പണിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഞാൻ അലീന ചേച്ചിയോട് ഉറപ്പായിട്ടും വിളിച്ചു പറയൂ കാര്യം. പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ അവളോട് പറയല്ലേ എന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് വൈജയന്തി കണ്ണും തള്ളി നിൽക്കുക. ഞാനിനി കുടിക്കേലെന്ന്. പോരെ, ഇന്നേ ഒരു ചെറിയ ഇച്ചിരി സ്ട്രെസ്സ് കൂടിപ്പോയി. അച്ഛൻ പലതും കഴിച്ചായിരുന്നോ? ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചില്ലേലും കള്ള് കുടിച്ചാൽ ഭക്ഷണം കഴിക്കണമെന്ന്. അച്ഛൻ വന്നേ, കിടക്കാം. മോള് പോയി കിടന്നോ? ഞാനേ പോയി കിടന്നോളാം. ഞാൻ പിടിച്ചോളാം അച്ഛാ, വാ. അങ്ങനെ പോകാനായിട്ട് തുടങ്ങാണ്, സ്റ്റെപ്പ് കയറി പോകാനായിട്ട് തുടങ്ങാണ്. അവിടെ വൈജയന്തി നോക്കി നിൽക്കുന്നുണ്ട് എന്ന് കണ്ടതും ബാലചന്ദ്രൻ നോക്കി, എന്നിട്ടൊന്ന് പൂച്ചിച്ചൊരു ചിരി. എന്നിട്ട് കയറി പോകാനായിട്ട് തുടങ്ങുമായിരുന്നു ബാലേന്ദ്രൻ. പക്ഷേ അങ്ങനെ ചൊറിയാതിരിക്കാനായിട്ട് വൈജയന്തിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈജയന്തി പറഞ്ഞു, അതേ പണ്ട് ഇതുപോലൊന്ന് കുടിച്ചിട്ട് കിടന്നതാ അന്ന് ICUലോട്ട് കെട്ടിയെടുത്തത്. അത് ഓർത്താൽ കൊള്ളാം. ഇനിയും കുടിക്കാനാണ് ഭാവമെങ്കിലേ നേരത്തെ തന്നെ അങ്ങ് ബുക്ക് ചെയ്യാമല്ലോ ഒരു ICU കൂടെ. മറുപടി പറയാനായിട്ട് വരാൻ തുടങ്ങുകയാണ് ബാലചന്ദ്രൻ. അച്ഛാ ഒന്നും പറയണ്ട, നമുക്ക് പോയി കിടക്കാം. ഇല്ല മോളെ, ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എന്നിട്ട് അച്ഛൻ കിടക്കാൻ പൊക്കോളാം. മോള് മാറ്. ശരിയാ പറഞ്ഞത്. ബാലചന്ദ്രൻ കുടിച്ചതിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ് ഞാൻ ICU കയറേണ്ടി വന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അതെ, നിൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതലും കൊണ്ടല്ലേ നീ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് താവളെ പോലെ ആശുപത്രി കിടന്നത് അല്ലേ എന്ന് ചോദിച്ചു. വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെ, അതുകൊണ്ടേ നീ എന്നെ ഉപദേശിക്കാനായിട്ട് നിൽക്കണ്ട, എന്നെ ഉപദേശിക്കാൻ വരണ്ട. നമ്മൾ രണ്ടുപേരും അതിനകത്ത് കിടന്നിട്ട് വന്നതായതുകൊണ്ട് നീ അതിനെക്കുറിച്ച് പറയണ്ട കേട്ടല്ലോ. മനസ്സിലായ? പിന്നെ ഇനി ഒരു തവണ കൂടി ബാലചന്ദ്രൻ ICUലേക്ക് പോകത്തില്ല. പോകുന്നുണ്ടെങ്കിലേ അങ്ങ് മണ്ടയിലേക്ക് മേലേക്ക് നേരെ ഒരു പോക്കായിരിക്കും. മനസ്സിലായോ വൈജയന്തി മേഡത്തിന് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുക. വീണ്ടും വൈജയന്തി ഒന്ന് നോക്കുന്നുണ്ട്. വീണ്ടും വൈജയന്തി കരയിലേക്ക്. വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അതെ, അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ലുണ്ട് കേട്ടോ. നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദേ അധികം ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വിഷം, കൊടും വിഷം. അച്ഛൻ പോകാം. അച്ഛൻ വന്നേ, പോകാം. ഗുഡ് നൈറ്റോട് പറയണ്ടേ? ഗുഡ് നൈറ്റ് പറയാതെ എന്ത്? ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ വൈജയന്തി മേഡത്തിനെ പിടിക്കത്തില്ല. വൈജയന്തി മേഡം എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് ബാലചന്ദ്രൻ. വൈജയന്തിക്കാണെങ്കിൽ ആകെ ഒരു സങ്കടം പോലെ. വേണ്ട മോളെ, എന്നെ പിടിക്കണ്ട. അങ്ങനെ എനിക്ക് ശരിക്കും നല്ല സ്ട്രോങ്ങാണ് ഞാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ലെവലുണ്ട്. അച്ഛൻ വീഴും. ഇല്ല മോള് പേടിക്കണ്ട, അച്ഛൻ അങ്ങനെ വീഴത്തൊന്നുമില്ല. അവസാന നിമിഷം വരെ ഈ അച്ഛൻ പിടിച്ചു നിൽക്കും കേട്ടോ. വീഴാനായിരുന്നെങ്കിൽ അച്ഛൻ പണ്ടേ വീഴേനെ, എപ്പോഴേ വീണു പോയേനെ. അച്ഛൻ കുടിക്കണ്ടായിരുന്നു. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കുടിക്കുമോ എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അവളിവിടെ ഇല്ലല്ലോ, അവൾ പോയില്ലേ? അവളില്ലല്ലോ ഇവിടെ. എന്തായാലും അവളുടെ പാട് നോക്കി പോയില്ലേ. എല്ലാവരും കൂടി എല്ലാം ഒരാളെ മാത്രം അവളൊന്നും അറിയിച്ചല്ല, അറിയേണ്ടവളെ ഒന്നും അറിയിച്ചില്ല. ഇതെന്തൊരു ലോകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിച്ചും പേയും പറയുക, ഇതെന്തൊരു ലോകം, എന്തൊരു നീതി. പ്ലീസ് അച്ഛൻ കിടക്കച്ചാ, പ്ലീസ് കിടക്ക്. അച്ഛന് വിഷമമുണ്ടടി, ഞാൻ എന്തിനാടി ഇതൊക്കെ സഹിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ഇല്ലച്ചാ. എന്നാൽ പിന്നെ ഞാനതങ്ങ് പൊട്ടിക്കട്ടെ മോളെ. ആ ബോംബ്, എൻ്റെ കയ്യിലിരിക്കുന്ന ആ ബോംബ് ഞാൻ പൊട്ടിക്കട്ടെ. അത് ചുമന്നുകൊണ്ട് എനിക്ക് ഒരടി നടക്കാൻ വയ്യ, ഭയങ്കര വെയിറ്റാ. അച്ഛൻ അങ്ങോട്ട് ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചവിടെ ഇരുത്തി കേട്ടോ.
പൊട്ടിക്കട്ടെ അച്ഛൻ, പൊട്ടിക്കട്ടെ മോളെ, നീ ഒരു വാക്ക് പറ. നിനക്കറിയാലോ എല്ലാ കാര്യങ്ങളും. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ബാലേന്ദ്രൻ കരയാണ്. എന്തൊരു ജീവിത. കോമാളി വേഷവും കെട്ടി നടക്കുകയാണ്, കോമാളി വേഷവും കെട്ടി നടക്കുക, കോമാളി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വെച്ചും പേയും പറയാണ്. പതുക്കെ അവൻ്റെ കയ്യിലിരുന്ന ഫോണും അതുപോലെ കണ്ണടയൊക്കെ മാറ്റി എന്നിട്ട് കൃഷ്ണമോള് പിടിച്ച് കിടത്തി. അങ്ങനെ ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. കൃഷ്ണമോളാണെങ്കിൽ അച്ഛനെ തലയിലൊക്കെ തലോടി ഒന്ന് ആകെ സങ്കടത്തോടു കൂടി അരികിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ലാലിച്ചൻ്റെ വീടാണ് കേട്ടോ. ലാലിച്ചൻ ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ്. അവതക്കുട്ടി അടുത്ത് വന്നു നിന്നു. അപ്പച്ചൻ കൈ കഴുകുന്നില്ലേ? ഓ, എനിക്ക് വേണ്ടടാ ഉവ്വേ. അപ്പച്ചൻ എന്താ വേണ്ടാത്തെ? എനിക്കൊന്നും വേണ്ട. എന്ത് പറ്റി, വയറിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും ഉപവാസത്തിലാണ്. എന്നും പറഞ്ഞു ലാലിച്ചൻ വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പച്ചൻ അലീനയുടെ കക്ഷൻ ചേർന്ന് എന്നെ വെല്ലുവിളിക്കാനാണോ ഉദ്ദേശം? പിന്നെ എനിക്കെന്നാ തലയ്ക്ക് വട്ടുണ്ടോ? പിന്നെ ഈ ഉപവാസത്തിൻ്റെ അർത്ഥം എന്താ എന്ന് ലാലിച്ചൻ ചോദിച്ചു. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ വെറും പുല്ലാണെന്ന് തെളിയിച്ച് കൊടുക്കണ്ടടാ ലാലിജ. എന്നെ പോലെ ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് നിരാഹാരം ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അലീനയുടെ ഉപവാസത്തിന് എന്നാ വില? പുല്ല് വിലയുണ്ടോ? വേണ്ട, വൈക്കോലിൻ്റെ വിലയുണ്ടോ? അപ്പോൾ അലീന നിരാഹാര സമരം നടത്തുന്ന എല്ലാ ദിവസവും അപ്പച്ചനും നിരാഹാര സമരം നടത്തുമോ? പുഷ്പം പോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനിച്ച് സംശയമുണ്ട്. സംശയിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ലാലിച്ച. ഉപവാസത്തിൻ്റെ സുഖം അങ്ങനെ ഒരാൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. തന്നെ നമുക്ക് കഴിക്കുമോ ഉപവാസം? രണ്ടുപേരും കൂടി എന്നോട് മത്സരിക്കുക. ഇതേ വെറും 2 പേരല്ല, 2 തലമുറ. ഒന്ന് നിൻ്റെ അപ്പനാണെങ്കിൽ മറ്റത് നിൻ്റെ മകള്. നീ ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും അതിൻ്റെ സുഖം. എനിക്കറിയാം 2 ദിവസം ഫുഡ് കഴിക്കാതിരുന്നാലുള്ള സുഖം എന്താണെന്ന്. എഴുന്നേറ്റ് നിൽക്കാനേ എനർജി കാണത്തില്ല, അവസാനം നല്ല സുഖമായിരിക്കും. അല്ല, നീ ഒരു കാര്യം ചെയ്യലാലിച്ച, അവളെ പാലായ്ക്ക് പറഞ്ഞു വിട്ടേരെ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടേ. അവൾ മര്യാദയ്ക്ക് വല്ല ഭക്ഷണവും കഴിച്ച് ജീവിച്ച് പൊക്കോട്ടെ, അതല്ലേ നല്ലത്. നമ്മൾ എന്തിനാ ഈ പാപമൊക്കെ എടുത്ത് തലേ വെക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അല്ല, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ ഉപവാസത്തിന്. അപ്പച്ചൻ നിർബന്ധിച്ചോ? അല്ല, അവളുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലായല്ലോ. നീയുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലോ? ഞാൻ അവളെ പുനലൂർക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ? എന്തിന്? വേണ്ട, എനിക്കറിയാം അവളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ 3 ദിവസത്തിനിടയ്ക്ക് അലീന ഭക്ഷണം കഴിച്ചത് 1 ദിവസം മാത്രമാണ്. ഇങ്ങനെ പോയാൽ അവൾ എവിടെയെങ്കിലും കുഴഞ്ഞു വീഴും. ഇപ്പം തന്നെ വാടിത്തളർന്ന് കോലം കെട്ടിയിരിക്കുക. അപ്പച്ചനൊരു കാര്യം ചെയ്യുക. ഞാൻ എന്നാ വേണേലും ചെയ്യുക, നീ പറ. അപ്പച്ചൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്, അതായിരിക്കും നല്ലത്. പുനലൂരിൽ ചെന്ന തറവാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. ഇവിടത്തെ കാര്യമേ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ നീ പറയുമ്പോൾ പോകാനിരിക്കുകയല്ലേ ഞാൻ എന്നും പറഞ്ഞ് അവതക്കുട്ടി എഴുന്നേരോ ഒറ്റ പോക്ക്. എന്നിട്ട് തിരിഞ്ഞു നടന്നു വന്നു ലാലിച്ചൻ്റെ അരികിലേക്ക്. നീ എന്നാടോ ലാലിച്ച വലിയ കേമനായത്? എൻ്റെ മടിയിൽ കയറിയിരുന്ന് അപ്പയിടുകയും മൂത്രം ഒഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേ നീ? ഇത് കേട്ട് പൗലോസും ആൻ്റപ്പനും നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ, അടക്കി പിടിച്ച്. ലാലിച്ചനങ്ങ് നാണക്കേടായിപ്പോയി. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഈ നിമിഷം മുതൽ ഞാനും ചിന്നമേ ഒറ്റക്കെട്ട. വേണ്ടെന്ന് വിചാരിച്ചപ്പം ഞങ്ങളോടാ കളി. ഇനി ഞങ്ങൾ ഒറ്റക്കെട്ട. എന്തായാലും പൗലോസ് അല്ല ആൻ്റപ്പൻ നിന്നങ്ങോട്ട് ചിരിച്ചു കേട്ടോ. ലാലിച്ചൻ അത് കേൾക്കുകയും ചെയ്തു. ലാലിച്ചനൊന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ആൻ്റപ്പൻ അവിടെ നിന്ന് മുങ്ങി. പിന്നെ ദേഷ്യം വന്ന് ലാലിച്ചനെ ഒന്നും കഴിച്ചില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി അടുക്കള കിടന്ന് ഭയങ്കര പണിയാണ് കേട്ടോ. എല്ലാം കൂടെ കരിഞ്ഞും പറഞ്ഞും ഒക്കെ പോകുന്നുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കിയിട്ട്. വേലക്കാരി വന്നിട്ടില്ല. അതിൻ്റെ ദേഷ്യത്തിന് വേലക്കാരി ഏതാണ്ടൊക്കെ നിന്ന് പുറകുറുക്കുന്നുണ്ട്. ഓരോന്നിങ്ങനെയൊക്കെ പണിക്ക് വെച്ചാൽ എന്നെ തല്ലണം. അതെങ്ങനെയാണ്? വീട്ടിലുള്ളവർക്ക് നന്ദി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഒരെണ്ണം പോലും സഹായിക്കാൻ വരത്തില്ല. ജനിക്കുന്ന മക്കൾ മുൻജന്മത്തിൻ്റെ ശത്രുക്കളാന്ന് പറയണ ചുമ്മാതല്ല. വെറുതെ മരിച്ചു കിടന്ന് പണിയെടുക്കുന്ന എന്നെ പറയാൻ ആളില്ലാഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മാത്രം ഇവിടെ പണിയെടുത്തിട്ട് ആരും മൃഷ്ടാനം വിഴുങ്ങണ്ട. 4-5 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് പണിയുന്നത്. ഭവിതയാണെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേഷ്യം വന്ന് വൈജയന്തി ഭവിതയ്ക്ക് അരികിലേക്ക് ചെല്ലാണ്. ഭവിതയുടെ അരികിലേക്ക് നമ്മുടെ കൃഷ്ണമോള് വന്നിരുന്നു. ഇത്തവണ റാങ്ക് അടിക്കുമോ? പിന്നെ റാങ്ക് പാസ് അടിച്ച ഭാഗ്യം. സ്ഥിരം ഡയലോഗ്. ഞാൻ ടി വി വെച്ചോട്ടെ? വെച്ചോ, എൻ്റെ ഇപ്പം തീരും. അങ്ങനെ കൃഷ്ണമോള് ടി വി വയ്ക്കുകയാണ്. ടി വിക്ക് മുമ്പിലേക്ക് അങ്ങോട്ട് വന്നു നിന്നു വൈജയന്തി. നീയൊക്കെ ഇവിടെ പഠിക്കാനാണെന്നും പറഞ്ഞ് ബാക്കിയുള്ളവൻ നടുവെട്ടി പണിയെടുത്തോണ്ടിരിക്കുക. സൂക്ഷിച്ചത് ടി വി കാണുമല്ലേ? ഞങ്ങൾ ഇത്ര നേരം പഠിക്കുകയായിരുന്നു, ഇപ്പം അങ്ങ് വെച്ചേ ഉള്ളൂ.
അല്ല, ഞങ്ങളുടെ പഠിത്തവും ടി വി കാണലും അമ്മയുടെ പണിയായിട്ട് എന്താ ബന്ധം? അടുക്കള കിടന്ന് പണിയെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സുനിത 4 ദിവസം ലീവ് എടുത്തിട്ട് പോയതാ, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അതാണോ പ്രശ്നം? അതാദ്യത്തെ സംഭവമല്ലല്ലോ. അങ്ങനെ എത്ര പേര് പോയിരിക്കുന്നു? അത് സത്യമായി, എത്ര പേര് പോയി. ഇനി എന്തായാലും അടുത്തയാൾ തപ്പിക്കോ. സുനിതേച്ചിയെ വെയിറ്റ് ചെയ്യേണ്ട. ഇനി ആരെങ്കിലും പണിച്ച് വയ്ക്കാൻ തന്നെ എഗ്രിമെൻ്റ് കൂടെ വെച്ചേരെ. എന്തായാലും അതാവുമ്പോൾ രക്ഷപ്പെട്ട് ഓടുന്നവരെ നമുക്ക് പോലീസ് കേസ് കൊടുത്ത് പിടിപ്പിക്കാം. മതി നിൻ്റെയൊക്കെ പ്രസംഗം. ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക. എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ? അതെ, അത് അമ്മയുടെ അടുത്ത് നിന്ന് തന്നെയാണ്. മര്യാദ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണല്ലോ അമ്മ. മതി പ്രസംഗിച്ചത്. എഴുന്നേറ്റ് വാ, കിച്ചണിൽ വന്ന് എന്തെങ്കിലും സഹായിക്കുക. 3 നേരം ഉരുട്ടി വിഴുങ്ങണ്ടേ കൃത്യസമയത്ത് തന്നെ? അതെ, കൃത്യസമയത്തിന് വേണമെന്നൊന്നുമില്ല. 10 മിനിറ്റ് വൈകിക്കോട്ടെ, ഞങ്ങൾ സഹിച്ചോളാം. നിന്നോടൊക്കെയാണ് ഞാൻ പറഞ്ഞ് എഴുന്നേറ്റ് വരാൻ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് വയ്യ എല്ലാം കൂടെ ചെയ്യാനായിട്ട്. അതെ, ഞങ്ങൾ വന്നാലും ഒന്നും ചെയ്യത്തില്ല. ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കും. അമ്മ തന്നെ ഞങ്ങളോട് പറഞ്ഞത് അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ടാന്ന്. അതെന്ത് വർത്താനമാ? ഞാൻ ഒറ്റയ്ക്ക് 4 ദിവസമായിട്ട് ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അതിനുള്ള ആരോഗ്യമില്ല. റെസ്റ്റ് എടുക്കേണ്ട ഞാനാ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തോണം. വീട്ടിലെ പണി ചെയ്യണം, ഓഫീസിലെ പണി ചെയ്യണം. കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ആശുപത്രി കിടന്നവളാണ് എന്നുള്ള പരിഗണന പോലുമില്ല ഒറ്റ ഒരെണ്ണത്തിനും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി കാറോട്ട മത്സരത്തിന് പോയിട്ടാണല്ലോ കൈയും കാലും ഒടിഞ്ഞത്. അതെ, അമ്മയുടെ വാശിപ്പുറത്ത് ഞങ്ങളോട് പോലും പറയാതെ ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ അല്ലേ ഈ കാലൊടിഞ്ഞതും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതും? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നോ, അടക്കമില്ലാത്ത തത്ത അടുക്കില്ലെന്നോ എന്തോ ഉണ്ടല്ലോ. നീയൊക്കെ എൻ്റെ മക്കൾ തന്നെയാണോ? പെറ്റ തള്ളാന്നൊരു വിചാരമുണ്ടോ? അന്യ സ്ത്രീയോട് കാണിക്കുന്ന മനുഷ്യത്വമൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടോ? അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതല്ല അമ്മേ. അതെ, ഈ തള്ളയും തന്തയും ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ പാകി മുളപ്പിച്ച് കൊണ്ടുവരേണ്ട സാധനമാണ്. എന്നാലേ ആവശ്യം വരുമ്പം അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതെ, തിന്നാൻ നേരമാകുമ്പോൾ കൊച്ചമ്മമാർ ഊണുമുറിയിലോട്ട് വന്നിരിക്കുക. ഞാൻ അമ്മിക്കല്ല് പുഴിഞ്ഞ് വെച്ചേക്കാം എന്നും പറഞ്ഞ് വൈജയന്തി പോകാൻ തുടങ്ങുകയാണ്. അമ്മ അവിടെ നിന്നേ എന്ന് ബബിത പറഞ്ഞു. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ അമ്മേനെ ഇവിടുത്തെ പണികളിൽ സഹായിക്കണം അല്ലേ? ഇന്നൂടെയൊക്കെ ഞാൻ നിനക്ക് തിന്നാൻ തരും. നാളെ മുതൽ അവരവർ വെച്ച് തിന്നോണം. എന്നെ സഹായിക്കുവാണെങ്കിൽ ഞാൻ മുന്നോട്ട് നിന്ന് ഉണ്ടാക്കി വിളമ്പിത്തരും. അമ്മ എന്ന് പറഞ്ഞ സാധനം മക്കളുടെ വേലക്കാരിയല്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയ്ക്ക് ഒരു തരി നാണം തോന്നുന്നില്ലേ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഒരു തരി നാണം? ഞാൻ എന്തിനു നാണിക്കണം? എനിക്ക് വയ്യ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ. അമ്മ വന്നപ്പോൾ ഞാനും ബബിതേച്ചിയും രോഹിയേട്ടനും ഒക്കെ ചേർന്ന് ഈ വീട്ടിലെ എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ അല്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വൈജയന്തി. പിന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിനകത്ത് ഇവർ അടുക്കളയിൽ കയറുന്നുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത ആളുകളോടും ആൾക്കാരോടും സാധനങ്ങളോടും എനിക്കിത്തിരി മര്യാദ കുറവായിരിക്കും എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അലീനയെ ചൊല്ലി അടുക്കളയിൽ ബബിതയും വൈജയന്തി തമ്മിൽ വീണ്ടും തർക്കമാണ് എന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് അച്ഛനെ പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെ തന്നെ അച്ഛനോട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കുട്ട് 4 അതെങ്ങനെയാ 4? ഞങ്ങൾ 3 മക്കളല്ലേ അമ്മയ്ക്കുള്ളൂ, 4ാമത്തെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചതും വൈജയന്തി ബബിതയെ തല്ലാനായിട്ട് ഓടിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ലാലിച്ചനും അലീനയും മനസ്സ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് ലാലിച്ചനോട് തൻ്റെ അച്ഛനെപ്പറ്റി, അതായത് ബാലേന്ദ്ര മേനോനെ പറ്റി ലാലിച്ചനോട് വാതോരാതെ അലീന സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനത്ര പോരാ അല്ലേ എന്ന് ലാലിച്ചൻ ചോദിക്കുകയാണ് അലീനയോട് അച്ഛൻ എന്ന സ്ഥാനത്ത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണേ. സി ഓക്കെ, താങ്ക് യു.